ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതൊന്നും ഇല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് അധികം എന്താ പറയുക, ഒരു അത്യാവശ്യം പഴുപ്പുള്ള പഴം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതേ കണക്കിന് ഒന്ന് മുറിച്ചെടുത്തിട്ട് വരണം. ഞാനത് കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അതൊന്ന് നമുക്ക് ഉടച്ചെടുക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു 1/4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം കശുവണ്ടിയും ഉണക്കമുന്തിരി ഒന്ന് ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മളത് മാറ്റിയെടുക്കുന്നില്ല, ഇതിനകത്തോട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ആദ്യത്തെ ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് നന്നായിട്ട് നെയ്യിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് അടുത്തത് ചേർക്കാൻ പോകുന്നത് ചെരുവിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പഴം ഒന്ന് അമർത്തി ഉടച്ചു കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് അമർത്തി കൊടുത്തിട്ടുമുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് തേങ്ങ കൊത്താണെന്നുണ്ടെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും അതും ചെയ്ത് കൊടുക്കാം. തേങ്ങ കൂടുതലായി അത്രയും രുചിയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇടയ്ക്ക് ഒന്ന് ആ സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഉടച്ചുടച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി മധുരം എടുക്കുന്നില്ല, കാരണം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിന് അത്യാവശ്യം നല്ല മധുരം തന്നെയുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഏലക്ക ചേർത്തായിരുന്നു കേട്ടോ. ഏലക്കയുടെ പൊടി ഒരു 1/4 ടീസ്പൂൺ. പക്ഷെ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് പെട്ടിട്ടില്ല. അപ്പം ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ 1-2 ഏലക്ക ഒന്ന് ചതച്ചിട്ടോ പൊടിച്ചിട്ടോ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടോ, പഴക്കം ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് കണ്ടോ, ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഒത്തിരി ഉടയണ്ട, ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്നതും നല്ലതാണ്. ഇനി ഞാനിതൊരു പാത്രത്തിനകത്തോട്ട് ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. ഞാനപ്പോൾ അതിനായിട്ട് 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡോ അല്ലെങ്കിൽ വീറ്റ് ബ്രെഡോ എന്ത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ബ്രെഡിൻ്റെ അരിവൊന്നും മുറിച്ച് കളയേണ്ട കാര്യമില്ല. നമ്മളിത് ചെയ്യാൻ പോകുന്നത് നമ്മൾ റൗണ്ടായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചെറിയ കട്ടറോ അല്ലെങ്കിൽ വലിയ കട്ടറോ എടുക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ വലിയ കട്ടർ വെച്ചിട്ടാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കട്ടർ ഇല്ലയെന്ന് ഓർത്ത് ആരും വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ ഒരു നല്ല മൂർച്ചയുള്ള അല്ലെങ്കിൽ നല്ലൊരു അരുവുള്ള ഒരു ഗ്ലാസിൻ്റെ വക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ വൈൻ ഗ്ലാസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രെഡ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതിൻ്റെ ഉൾഭാഗം ഈ ഒരു കണക്കിന് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഈ ഒരു കണക്കിന് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു കണ്ടോ, ഈ റിംഗ് പോലത്തെ ഈ ക്രസ്റ്റ്, ഇത് നമുക്ക് കളയേണ്ട കാര്യമില്ല. ഇത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് ഇതേ സ്നാക്കിന് തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ച് വെക്കാനുള്ള ഒരു കൊച്ചൊരു കാര്യമാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ആയാലും മതി, വളരെ കുറച്ച് മതി, മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പേസ്റ്റാണ് നമ്മൾ ഈ ബ്രെഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും അവിടെ റെഡിയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന 2 പീസ് ബ്രെഡ് എടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ എടുക്കുക. ഒരു സ്പൂൺ എടുത്തിട്ട്, വലിയ സ്പൂണല്ല, ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത്. വലിയ സ്പൂൺ ഉണ്ടല്ലോ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് ഫില്ല് ചെയ്യുന്നത്, അതായത് ഒരു ബ്രെഡിൻ്റെ സ്ലൈസിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം ആ ഫില്ല് ചെയ്യുന്ന ആ ഒരു ബ്രെഡിനകത്തോട്ട് സ്പൂൺ വെച്ചിട്ട് നടുക്കിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയൊരു കുഴി പോലെ ഫോം ചെയ്യും. അപ്പോൾ ആ കുഴിക്കകത്തോട്ടാണ് നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് നമ്മൾ നിറച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ ഇച്ചിരി അധികം കൊള്ളും ചെയ്യും ഈ ഒരു ബ്രെഡിനകത്ത്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതാ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ആ ഒരു ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും ആ ഒരു കുഴിയുടെ വലിപ്പം അനുസരിച്ചിട്ടും നമുക്കിതൊന്ന് ഒന്ന് ഇട്ട് ആ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം കുറച്ചധികം കൊള്ളും. എന്നിട്ട് മറ്റേ ആ ഒരു ബ്രെഡ് വെച്ചിട്ട് ഇതൊന്ന് നമ്മൾ ഒട്ടിച്ചെടുക്കാനും ചെയ്യുന്നത്. അപ്പോൾ ആ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മൈദയുടെ ഒരു കൂട്ട്. അപ്പം നമുക്ക് ഈ മൈദയുടെ
മസാലയുടെ കൂട്ട് ഈ ഒരു ബ്രെഡിൻ്റെ ചുറ്റോറും നമുക്കൊന്ന് തേച്ച് കൊടുത്തിട്ട് മറ്റേ ബ്രെഡ് നമ്മൾ ഇതിൻ്റെ മേലൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ ബ്രെഡൊക്കെ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വറുത്തെടുത്തെന്നാലും ഒരു കാരണവശാലും അത് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അങ്ങനെ ആദ്യത്തെ ബാച്ചിലോട്ടുള്ള ഈ ഒരു 2 ബ്രെഡ് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് മുക്കിയെടുക്കാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് 1/2 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടാതെ തന്നെ ഞാൻ നേരത്തെ എടുത്തത് ഞാൻ പറയാൻ വിട്ടുപോയി, നേരത്തെ എടുത്ത 2 പഴത്തിൽ നിന്ന് ഒരു 1/2 പഴം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ് ആദ്യം. ആ ഒരു പഴത്തിൽ നിന്നാണ് ഞാൻ ഒരു 1/2 പഴം ഇതിനകത്ത് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 ഏലക്ക കൂടെ നമുക്ക് ഈ ഒരു ബാറ്ററിനകത്തോട്ട് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏത് കപ്പിലാണോ മൈദ അളന്നത് അതേ കപ്പിൽ തന്നെ അത്രയും നിറച്ച് വെള്ളം അതായത് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർക്കാം, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് വരിക. അപ്പോഴാണ് ഇച്ചിരി വെള്ളം കുറവായതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 1/2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് വെള്ളം, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി, ആ ഒരു ബാറ്ററിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് ഓർത്തുകൊണ്ട് മഞ്ഞൾപ്പൊടിയിൽ ഒരു ടേസ്റ്റും വരാൻ പോകുന്നില്ല, ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. കണ്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നപ്പം നമുക്ക് ഈ ഒരു തിക്നെസ്സിലൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ മിക്സിയിൽ അടിച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്തും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു ബ്രെഡ് ഈ ഒരു ബാറ്ററിനകത്തൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത്രയും ബാറ്ററിന് കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് ഒന്ന് നേർപ്പിച്ചെടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു രീതിക്ക് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി പുരട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ എണ്ണയുടെ കാര്യം പറയുവാണെങ്കിൽ ഞാനൊരു പാനിൽ എണ്ണ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. അതിനുശേഷം പതുക്കെ മീഡിയം ഫ്ലെയിമിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടാവണമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം വറുക്കുന്നതൊക്കെ മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ അതാ ഒത്തിരി നേരമൊന്നും വേണ്ട, ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന് നല്ലൊരു തിക്കായിട്ട് നമ്മൾ കോട്ടിങ് എടുത്തത് കൊണ്ട് ഒട്ടും തന്നെ ഈ ഒരു ബ്രെഡ് എണ്ണ കുടിക്കത്തില്ല. പിന്നെ ഇതേപോലെ ഒന്ന് നമുക്ക് വറുത്ത് കോരുന്ന സമയത്ത് വേറൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ബാക്കിയുള്ള എണ്ണയും കൂടെ അങ്ങ് പൊക്കോളും. നിങ്ങൾക്ക് കാണാം ഒത്തിരി ഒന്നും എണ്ണ കുടിച്ചിട്ടേ ഇല്ല. അതാ ഒരു ബാറ്ററിൻ്റെ അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ല കട്ടിയായിട്ട് ബാറ്റർ എടുക്കാനാണ് പറയുക. അപ്പം അങ്ങനെ വരുമ്പോഴാണ് എണ്ണ ഇല്ലാതെ നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കാൻ പറ്റുക. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. അപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് കൂടാതെ ബാക്കിയുള്ള ബാച്ചിലൊക്കെ ചെയ്തതൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ സാധാരണ നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ കൂടി വന്ന പഴംപൊരി അല്ലെങ്കിൽ വേറെ കുഞ്ഞു കുഞ്ഞു സ്നാക്കുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ എന്താ പറയുക ഫില്ലിങ് കൂടിയായിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതൊന്ന് കഴിച്ചാൽ മതി, നമുക്ക് ആ ദിവസം വേറെ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അകമൊന്ന് കാണിക്കാം. ഈ ഒരു രീതിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകം നോക്കിക്കേ, കണ്ടോ, നല്ല രീതിയിൽ ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ച ആ ഒരു വയറിനൊരു നിറവൊക്കെ കിട്ടും. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് അവലൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അവൽ ചേർക്കാം. നമ്മൾ ആ പഴമൊക്കെ മിക്സ് ചെയ്ത സമയത്ത് അവൽ ചേർത്ത് പോലെ തന്നെ കഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.